അടുത്ത നിമിഷം എന്തു സംഭവിക്കും എന്നറിയാതെ മുന്നോട്ട് പോകുന്നതാണ് ജീവിതത്തിന്റെ ത്രിൽ എന്ന് പറയുമ്പോഴും നമ്മുടെ ഭാവിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് കൗതുകത്തോടെ അല്പം ആകാംക്ഷയോടെ കേട്ടു നിൽക്കാത്തവർ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ച് വിശ്വസനീയമായ പ്രവചനങ്ങൾ നടത്തുന്നവരുടെ വാക്കുകൾക്ക് ലോകം ചെവി കൊടുക്കുന്നതും അതുകൊണ്ടാണ്. അത്തരം പ്രവചനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് ഇന്ന് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ജീവിക്കുന്ന നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ആത്തോസ് സലോമി. 2026 ലോകം നേരിടാൻ പോകുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുകയാണ് ഈ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ മുൻകാല പ്രവചനങ്ങൾ പലതും സത്യമായതാണ് ഇക്കാര്യത്തെക്കുറിച്ച് ആശങ്കകൾക്കും ചർച്ചകൾക്കും അടിസ്ഥാനമാകുന്നത്. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ലിവിംഗ് നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ആത്തോസ് സലോമി. കേവലം ഊഹങ്ങൾ പറയുന്ന ആളല്ല താനെന്നും അതീന്ദ്രിയ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് താൻ കാര്യങ്ങളെ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. വിശകലനങ്ങളെയും സൂക്ഷ്മ നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ പുരാതന ഗൂഢവിദ്യയായ കബാല തത്വങ്ങളിലെ അറിവും സംയോജിപ്പിച്ചാണ് താൻ ഭാവി സംഭവങ്ങൾ പ്രവചിക്കുന്നതെന്നാണ് സലോമിയുടെ വാക്കുകൾ. ലോകത്തെ നടുക്കിയ കോവിഡിനെക്കുറിച്ചും ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ വിയോഗവുമെല്ലാം താൻ മുൻകൂട്ടി പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം തെളിവുകൾ നിരത്തി വാദിക്കുന്നു. പ്രവചനങ്ങൾ എന്നതിലപ്പുറം വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് താൻ നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം സലോമി പ്രസിദ്ധീകരിച്ച 2026 10 പ്രധാന പ്രവചനങ്ങളിൽ 2 ഇതിനകം തന്നെ കൃത്യമായി യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ശക്തി പകരുന്നത്. പശ്ചിമേഷ്യയിലെ നയതന്ത്ര തർക്കങ്ങൾ നിർണായകമാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുന്ന വലിയ പ്രശ്നങ്ങളും പ്രാദേശിക അസ്ഥിരതയുടെ ഒരു കാലഘട്ടത്തിന് വഴി തുറക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഈ പ്രവചനം സത്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ പാരമ്യത്തിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഫുട്ബോൾ ലോകകപ്പ് വിജയികളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനവും യാഥാർത്ഥ്യമായിട്ടുണ്ട്. ലോകകപ്പിൽ വിജയിക്കുന്ന ടീമിന്റെ ജേഴ്സി തീയുടെ നിറങ്ങളെ പ്രതിനിധീകരിക്കുന്നതാകുമെന്നും സ്പെയിൻ ആയിരിക്കും ട്രോഫി ഉയർത്താൻ ഏറ്റവും സാധ്യതയുള്ള ചാമ്പ്യന്മാരെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സലോമിയുടെ ഏറ്റവും അപകടകരമായ മറ്റൊരു പ്രവചനം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ഭൂമിയുടെ ഉത്തരധ്രുവ പ്രദേശമായ ആർട്ടിക് സർക്കിളിനെ കുറിച്ചാണ് ഈ പ്രവചനം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ആർട്ടിക്കിലെ മഞ്ഞുപാളികൾ അതിവേഗം ഉരുകിയിരിക്കുകയാണ്. കേവലം പരിസ്ഥിതി നാശത്തിനപ്പുറം ഈ ഉരുകൽ വൻ ശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിന് വഴിയൊരുക്കുമെന്നാണ് സലോമിയുടെ മുന്നറിയിപ്പ്. ഉരുകുന്ന മഞ്ഞിനടിയിൽ നിന്ന് പുറത്തുവരുന്ന അപാരമായ ഊർജ്ജ ശേഖരങ്ങളും മുൻപ് മഞ്ഞുമൂടി കിടന്നിരുന്ന പുതിയ അന്താരാഷ്ട്ര കപ്പൽ പാതകളും കൈക്കലാക്കുവാൻ റഷ്യയും നാറ്റോ സഖ്യസേനയും തമ്മിൽ ആർട്ടിക് മേഖലയിൽ അതിരൂക്ഷമായ മത്സരങ്ങൾക്ക് തുടക്കമിടും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. ഇതിന്റെ ഭാഗമായി റഷ്യ തങ്ങളുടെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ ആർട്ടിക്കിലെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് അതിവേഗം മാറ്റുകയാണെന്നും ഇത് ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം തന്നെ വടക്കൻ ആഫ്രിക്കയിലെ സഹേൽ മേഖലയെക്കുറിച്ചുള്ള ഭീതിജനകമായ ഒരു ചിത്രവും സലോമി പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നൈജറിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ സ്വാധീനമുറപ്പിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ഇത് വലിയ ആഗോള സംഘർഷത്തിന് കളമൊരുക്കുമെന്നും അദ്ദേഹം പറയുന്നു. വൻ ശക്തികളായ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതിനു ശേഷം രൂപപ്പെട്ട അധികാര ശൂന്യത മുതലെടുക്കുവാൻ ബാഹ്യശക്തികൾ ശ്രമിക്കുകയാണെന്നും തങ്ങളുടെ ആഗോള സ്വാധീനം നിലനിർത്തുവാൻ ശ്രമിക്കുന്ന വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷ മേഖലയായി സഹേൽ മേഖല മാറുമെന്നും സലോമിയുടെ വാക്കുകൾ പറയുന്നു. ആർട്ടിക്കിലെ വിഭവ യുദ്ധവും ആഫ്രിക്കയിലെ നിഴൽ യുദ്ധവും ഒരേ സമയം അരങ്ങേറുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയും ലോകസമാധാനത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഏത് പ്രവചനങ്ങൾക്കും തെറ്റുപറ്റാമെന്നും പറയുന്ന കാര്യങ്ങളെ ഉറപ്പുകളായി കാണാതെ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള മുൻകരുതലുകളായി വ്യാഖ്യാനിക്കണമെന്നും സലോമി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആർട്ടിക് മേഖലയിലെ റഷ്യ നാറ്റോ കപ്പൽപാത തർക്കങ്ങൾ, പശ്ചിമേഷ്യയിലെ നയതന്ത്ര തർക്കങ്ങൾ എന്നിവ പരിശോധിക്കുമ്പോൾ സലോമിയുടെ വാക്കുകളെ പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല എന്നതും യാഥാർത്ഥ്യമാണ്.